രാവിലെ എത്ര മണിക്ക് വിളിക്കണം? രാവിലെ തട്ടാം, അപ്പൊ തുറന്നാ മതി. ആ നല്ല ചേർച്ചയുണ്ട്. ഇതുപോലെ ഒരുപാട് വേഷങ്ങൾ ഞാൻ വാങ്ങിച്ചു തരാം, ആരോടും പറയണ്ട. ഞാനൊരു സത്യം പറയട്ടെ, നീ ഒരു സുന്ദരി കുട്ടിയാ. എന്തൊരു ചിരിയായത്. പൊന്നുംകുടത്തിന് പൊട്ടു വേണ്ടെന്നാ പറയാറ്, പക്ഷേ എന്റെ സുന്ദരി കുട്ടിക്കൊരു പൊട്ടു വേണ്ടേ? ഇനി എന്നോടെന്തെങ്കിലും പറ. എന്തിനാ രാമനായിട്ട് ആൺവേഷത്തിൽ? അയ്യോ, എന്തിനാ കരയുന്നത്? ഞാൻ ചോദിച്ചോണ്ടാണോ? ഇനി ചോദിച്ചാ ഞാൻ ഇവിടുന്ന് പോവും. അയ്യോ പോണ്ട, ഇനി ഞാൻ അതിനെപ്പറ്റി ചോദിക്കുകയില്ല, പോരെ? ഞാൻ എന്ത് പേരാ വിളിക്കേണ്ടത്? രാമാന്ന് വിളിക്കാൻ ഇനി ബുദ്ധിമുട്ടാണ്. ഞാനൊരു പേര് വിളിക്കട്ടെ? മുയൽക്കുട്ടി കൊള്ളാവോ? പൂ ഇഷ്ടമാണോ? ഞാൻ വെച്ച് തരട്ടെ? അയ്യോ, ഇത് എവിടെ എങ്ങനെ വെക്കും? നല്ല തമാശ. ഞാൻ കെട്ടിപ്പിടിച്ചത് ഇഷ്ടമായില്ലേ? എന്നെ ഇഷ്ടമല്ലേ? ഞാൻ തൊട്ടത് ഇഷ്ടമായില്ലല്ലേ? പിന്നെ പിന്നെന്താ ഇഷ്ടം? സംസാരിച്ചോണ്ടിരിക്കാം വെളുക്കോളം. എന്നാ സംസാരിച്ചു തുടങ്ങാം, കുറച്ച് സമയമുള്ളൂ. ഞാൻ വാങ്ങിച്ചു കൊടുത്ത വേഷമൊക്കെ ഇട്ട് അവള് വന്നപ്പോ, സീനി നീ ആ പെണ്ണെ ഒന്ന് കാണണമായിരുന്നു. എന്തൊരു സുന്ദരിയാന്നോ. അപ്പൊ നീ അവളെ പ്രേമിക്കാൻ പോവാണാ? എന്തോ എനിക്ക് ആ പെൺകുട്ടിയെ സ്വന്തമാക്കണമെന്നൊരു തോന്നൽ. അച്ഛനെ അമ്മയെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഓവനെക്കൊട്ട നീ ഇതെന്ത് ഭ്രാന്തായി പറയുന്നത്? എവിടെന്നോ കയറി വന്നൊരു പെണ്ണ്, അതും ആൺവേഷത്തില്, തലയും വാലുമില്ലാത്തൊരു സാധനം. അവളെ നിന്നെ പോലെ ഇങ്ങനെ കുറെ എണ്ണത്തിനെ മണ്ടന്മാരാക്കി ഒരു റൗണ്ടൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക. അവളെയാണോ കെട്ടാൻ പോകുന്നത്? ഉള്ള സമയത്തിന് കിട്ടിയ ഭാഗ്യം ആസ്വദിക്കാൻ നോക്ക് ചുമ്മാ. റഹ്മാൻ സാർ, ഈ കാറെന്താ എങ്ങനെയാണ് അമർന്നത്? സാർ, അതായത് ഒരു കാക്കയെ പിടിച്ച് കൂട്ടിലിട്ട ആ നാട്ടിലുള്ള മുഴുവൻ കാക്കും വന്ന് കൂടും. അതിന് ഏത് കാക്ക ആരെ പിടിച്ച് കൂട്ടിലിട്ടു? സാർ, അകത്ത് ഇവിടെ ഒരു കാക്കയെ പിടിച്ച് കൂട്ടിലിട്ടുകൊണ്ടാണ് പുറത്താ കാർ വന്നിക്കുന്നത്. ജഗന്നാഥ വർമ്മക്ക് വേണ്ടപ്പെട്ട ആളാണ് ഉലഹന്നാൻ. സാറിനെ കൂട്ടിച്ചെല്ലാൻ വേണ്ടി കാർ അയച്ചതാ. അതിന് ഞാൻ അങ്ങോട്ട് പോകേണ്ട കാര്യം എന്താ? അയാൾക്ക് ഇങ്ങോട്ട് വരാമല്ലോ. വലിയ വലിയ ആൾക്കാരല്ലേ സാറേ, നമ്മളെ പോലുള്ളവരെ കൂട്ടിക്കൊണ്ടുപോകാനും കൊണ്ടുവന്നാക്കാനാണ് കാർ തന്നെ വാങ്ങിച്ചിട്ടിരിക്കുന്നത്. സാർ അവിടം വരെ പോകുന്നത് നല്ലതാ. സാർ തന്നെ പറയാറില്ലേ,
ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണമെന്ന് ചോദിച്ചാൽ തടയുന്ന കേസാ. ഈ കെട്ടിടത്തിന് എന്ത് പഴക്കം കാണുമായിരിക്കും? ഇതൊരു 100 വർഷം പഴക്കമുള്ള ബംഗ്ലാവാ. ആ ശരി. ഇതൊക്കെ നല്ല തേക്കാണ്, ഫസ്റ്റ് ക്ലാസ് തേക്കാ. ഓർമ്മയുണ്ടോ? എനിക്കൊരു 1000 രൂപ തരാനുണ്ട്. ഓ, അതിനാണോ സാറേ ഈ കാർ കൊടുത്തയച്ചത്? അല്ല, അത് മുതലാക്കാനാ. നിങ്ങൾ കസ്റ്റഡിയിലെടുത്ത ജോൺ ഉലഹന്നാനെ ലോക്കപ്പിൽ നിന്ന് വിടണം. അവൻ എനിക്ക് വേണ്ടപ്പെട്ട ആളാ. മറ്റൊരുത്തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി 6 മാസം ഒളിവിൽ താമസിപ്പിച്ചു അവന്റെ പേരിലുള്ള കേസ്. അത് കാര്യമാക്കണ്ട, അവനെ വിട്ടേക്കണം. വിട്ടേക്കാം, എനിക്കെന്ത് തരും? യൂണിഫോം ഇട്ടുകൊണ്ട് ഇങ്ങനെ പരസ്യമായിട്ട് കൈക്കൂലി വാങ്ങിക്കാന്ന് വെച്ചാ? സാറേ തെറ്റിദ്ധരിക്കരുത്, ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡാ. പറയുമ്പോ ഇൻസ്പെക്ടറാ. ബുദ്ധിമുട്ടാണ് സാർ. സാറ് പറയുന്നത് എന്റെ ലോക്കപ്പിൽ കിടക്കുന്ന പ്രതിയെ ഞാൻ വെറുതെ വിടണമെന്നാ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീക്കും പുരുഷനും രഹസ്യമായിട്ടൊന്ന് കൂടണമെന്നുണ്ടെങ്കിൽ എത്ര ചെലവാ? അതെ, 1 ഗ്ലാസ് വെള്ളം കൊണ്ടുണ്ടേ. സാറിന് പിന്നെ ഇവിടെ തന്നെ ഈ സെറ്റപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുകയില്ല. സാറ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരുമാതിരി കൊള്ളാവുന്ന മുറിക്ക് 250 രൂപ വേണേ. പിന്നെ ആ പെണ്ണിന്റെ വരവേ പോക്ക് ഇനി 250 രൂപ. അങ്ങനെ മൊത്തം 500 രൂപ. ഞാൻ ഇവന്റെ കാര്യത്തിൽ എല്ലാ ദിവസവും കണക്കെടുക്കുന്നില്ല. ആഴ്ചയിൽ 1 പ്രാവശ്യം. അപ്പൊ മാസത്തിൽ 4, 6 മാസം ആകുമ്പോ 24, 500 24, 12,000 രൂപയാണ് അവൻ എന്റെ യൂണിഫോമിന്റെ പച്ച മുതലായി കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്കൊരു 5,000 രൂപ എന്താ കുഴപ്പമുള്ളത്? 1 മിനിറ്റ്. സർ, വെള്ളം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഇത്. അതിനേക്കാൾ നല്ലതാ. യൂണിഫോം ഇട്ട കഴുതേ നമുക്ക് പലതിനും പ്രയോജനപ്പെടുത്താം. സാർ, നിങ്ങളെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. പോലീസുകാരനായാലും ഇങ്ങനെ വേണം, എല്ലാം തുറന്നു പറയണം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാർ, ഞാൻ സ്റ്റേ ഫോർവേഡാ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? സാർ, എന്റെ വീട് പണിഞ്ഞവന്മാരെ പറ്റിച്ചു സാർ. ഇപ്പൊ മഴ പെയ്യുമ്പോ സർവത്ര ചോർച്ചയാ. എനിക്കതൊരു എക്സ്റ്റൻഷൻ പണിയണം. അതിന് എത്ര രൂപ വേണ്ടി വരും? അതിപ്പോ എത്ര രൂപ വേണമെന്ന് ചോദിച്ചാല് സാർ, ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ തട്ടിക്കൂട്ടും. 50,000 രൂപ ഞാൻ തരാം. നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? എന്തും ചെയ്യും. ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഞാൻ ഫിറ്റാണെന്ന് വിഷമിക്കണ്ട. അതെ, ഇവിടെ എനിക്കറിയാം. എന്ത് വേണേ പറഞ്ഞോ. ഈ വീട്ടിൽ നിന്ന് ഒളിവിൽ പോയ പെൺകുട്ടിയെ കണ്ടുപിടിച്ചു തരണം. അവളോട് പോയി. അത് കണ്ടുപിടിക്കാനാ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ആ പറഞ്ഞത് കറക്റ്റ്. അതിനുവേണ്ടി നിങ്ങൾ യൂണിഫോം ഉപയോഗിക്കണം, ബുദ്ധിപരമായിട്ട്. അതെനിക്ക് മനസ്സിലായില്ല. ഒരു ഇൻസ്പെക്ടർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കുള്ള എല്ലാ അധികാരവും ഉപയോഗപ്പെടുത്തി നിങ്ങൾ അവളെ കണ്ടുപിടിക്കണം. കേസ് ഫയൽ ചെയ്യാനോ റെക്കോർഡാക്കാനോ പാടില്ല. ഞങ്ങളിപ്പോ നിങ്ങളോട് രഹസ്യമായി ഇടപെടുന്ന പോലെ നിങ്ങൾ അവളെ രഹസ്യമായി ഞാൻ കേൾപ്പിച്ചു തരണം. മിസ്റ്റർ ജഗന്നാഥൻ, എനിക്ക് ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഒന്ന് കാണണം. അതെല്ലാം കാണിച്ചു തരാം. വാ, നിക്ക്, അയക്കട്ടെ. അയക്കുന്ന കാണുന്നില്ലേ? ഇവളൊരു പ്രത്യേക സ്വഭാവക്കാരിയാ. പക്ഷെ ഞാൻ സോഫ്റ്റാ. ഞാൻ ഇങ്ങനെ കയ്യിലൊക്കെ പിടിക്കും. എനിക്കൊരു പ്രശ്നമില്ല. എനിക്കെന്താ പ്രശ്നം? ഞാനും ഇങ്ങനെ കയ്യെ പിടിക്കും. നിങ്ങൾ രണ്ടുപേരില്ലേ, ആരെയാ ജഗന്നാഥന് കൂടുതൽ ഇഷ്ടം? അത് പിന്നെ ചോദിക്കാനുണ്ടോ? എന്നെ തന്നെ. പിന്നെ സ്വയം അങ്ങ് പറഞ്ഞാ മതിയല്ലോ. ആരോ ഫോട്ടോ എടുത്തു. ഇവിടെ വരുന്ന നിങ്ങളെ പോലുള്ള VIPസിന്റെ ഫോട്ടോ എടുക്കാറുണ്ട്. അതിനായിട്ടൊരു ആൽബം ഉണ്ട്. അയ്യോ, അതെ, ശരിയായിട്ടില്ല. ഞാൻ കണ്ണടച്ചോ എന്നൊരു സംശയമുണ്ട്. നമുക്ക് ഒന്നുകൂടെ എടുക്കാം. ചിരിച്ചിട്ട് സന്തോഷായിട്ട്. റെഡി? താങ്ക് യു. പിന്നെ ഇതിന്റെ ഒരു പ്രിന്റ് എനിക്കൂടെ തരണം. എന്റെ ഉണ്ട് ഒരു ആൽബം. സമയങ്ങളെ ആൽബം കാണിച്ചു കൊടുക്കും. ആൽബം നോക്കിയേ. ആൽബം നോക്കാം.
Thank you.